മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലയളവിൽ ആദ്യത്തെ 15 ദിവസം ശബരിമലയിൽ ദേവസ്വം ബോർഡിൽ ലഭിച്ച ആകെ വരുമാനം 92 കോടി രൂപ. കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ അപേക്ഷിച്ച് 33.33% കൂടുതലാണിത്. വരുമാനത്തിന്റെ ഭൂരിഭാഗവും അരവണ വിൽപ്പനയിൽ നിന്നാണ്. 47 കോടി രൂപയാണ് അരവണയിൽ നിന്നുള്ള വരുമാനം. കഴിഞ്ഞ വർഷം ആദ്യത്തെ 15 ദിവസം ഇത് 32 കോടിയായിരുന്നു. 46.86% വർധന. അപ്പം വിൽപ്പനയിൽ നിന്ന് ഇതുവരെ 3.5 കോടി രൂപയാണ് ലഭിച്ചത്. കാണിക്കയിൽ നിന്നുള്ള വരുമാനം 2024 ഇതേ സമയം 22 കോടിയായിരുന്നപ്പോൾ ഈ സീസണിൽ അത് 26 കോടിയായി. തീർത്ഥാടന കാലയളവ് ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലയളവിൽ ആദ്യത്തെ 15 ദിവസം ശബരിമലയിൽ ദേവസ്വം ബോർഡിന് ലഭിച്ച തുകയുടെ കണക്കാണ് 92 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ അപേക്ഷിച്ച് 33%-ലധികമാണ് ഈ തുക എന്ന് പറയുന്നത്. അതാണ് അത്രത്തോളം ഭക്തർ ശബരിമലയിലേക്ക് എത്തുന്നു. ഇത്രത്തോളം ആരോപണങ്ങളൊക്കെ ശബരിമലയെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോഴും ശബരിമലയിലേക്ക് എത്തുകയാണ് നിരവധി ഭക്തർ. കഴിഞ്ഞ തവണ ലഭിച്ച തുകയേക്കാളും 33%-ലധികമാണ് ഇത്തവണ ലഭിച്ചത് എന്നുള്ളതാണ്. 92 കോടി രൂപയാണ് 15 ദിവസം ശബരിമലയിൽ ദേവസ്വം ബോർഡിന് ലഭിച്ച ആകെ വരുമാനം എന്ന് പറയുന്നത്. 15 ദിവസം കൊണ്ടാണ് കേട്ടോ. വരുമാനത്തിന്റെ ഭൂരിഭാഗവും അരവണ വിൽപ്പനയിൽ നിന്നാണ്. 47 കോടി രൂപയാണ് അരവണയിൽ നിന്നുള്ള വരുമാനം ഈ കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ. കഴിഞ്ഞ തവണ ഇത് 32 കോടിയായിരുന്നു. അതിൽ 46%-ലധികമാണ് വർധന. അപ്പം വിൽപ്പനയിൽ ഇതുവരെ 3.5 കോടി ലഭിച്ചു. കാണിക്കയിൽ നിന്നുള്ള വരുമാനം 2024 ഇതേ സമയം 22 കോടിയായിരുന്നപ്പോൾ ഇത്തവണ അത് 26 കോടിയാണ്. അപ്പോൾ അത്രത്തോളം ഉയർന്നിരിക്കുന്നു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലയളവിൽ ആദ്യത്തെ 15 ദിവസം പിന്നിടുമ്പോൾ ശബരിമലയിൽ ദേവസ്വം ബോർഡിന് ലഭിച്ച ആകെ വരുമാനം 92 കോടി രൂപ. കഴിഞ്ഞ തവണത്തേക്കാൾ 33%-ലധികം.